തെലങ്കാനയിൽ TRSന്റെയും അതോടൊപ്പം തന്നെ ആ പാർട്ടിയുടെയും ഈ മുസ്ലിം പ്രീണനവും അതോടൊപ്പം തന്നെ അമിതമായ അഴിമതിയും കൊണ്ടാണ് ജനങ്ങൾ ഗതികെട്ട് കോൺഗ്രസിന് അധികാരത്തിൽ കയറ്റിയത്. ഇപ്പോൾ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും വലിയ മുസ്ലിം പ്രീണനമാണ് ഉണ്ടാകുന്നതെന്ന് BJP ആരോപിക്കുകയാണല്ലോ. അവിടെ ഈ മുസ്ലിങ്ങൾക്ക് ഇനി 4 മണിക്ക് ശേഷം ജോലി ചെയ്യണ്ട, അങ്ങനെ എന്തായാലും അവർക്കൊരു ലോട്ടറി അടിച്ചതാണോ? തീർച്ചയായിട്ടും ലോട്ടറി അടിച്ചിരിക്കുക. കാരണം 4 മണിക്ക് ശേഷം വിദ്യാർത്ഥികൾക്ക് സ്കൂളിൽ പോകണ്ട, തൊഴിലാളികൾക്ക്, എല്ലാ മേഖലയിലുള്ള തൊഴിലാളികൾക്ക്, ഗവൺമെൻറ് ജീവനക്കാർക്ക് മാത്രമല്ല ഇത് കൊടുത്തിരിക്കുന്നത്. സ്വകാര്യ മേഖലയിൽ ഈ ആഹാരം കൊണ്ടുപോകുന്ന തൊഴിലാളികളുണ്ടല്ലോ, അങ്ങനെയുള്ള തൊഴിലാളികളെ എല്ലാവർക്കും 4 മണി കഴിഞ്ഞാൽ പിന്നെ പ്രാർത്ഥിക്കാനുള്ള സമയമാണ് കൊടുത്തിരിക്കുന്നത്. 1 മണിക്കൂർ തൊഴിൽ നഷ്ടം അവിടെ ഉണ്ട്. അതൊന്നും കുഴപ്പമില്ല, ഇവരെ ഒന്ന് പ്രീതിപ്പെടുത്തണം. കാരണം അതിൻ്റെ പുറത്ത് സർക്കാർ തന്നെ ഉത്തരവിറക്കിയിരിക്കുക. എന്തൊരു ആത്മാർത്ഥത! അതാണ് ഇപ്പോൾ ഏറ്റവും വലിയ പ്രശ്നം. അത് മിത്തുമല്ല, അന്ധവിശ്വാസവുമല്ല, അത് ഏറ്റവും വിശുദ്ധവും പരിശുദ്ധവും ഗവൺമെൻറ്റിന് ആവശ്യമുള്ള എന്തോ ഒരു കർമ്മ പരിപാടി, മതേതരത്വത്തിൻ്റെ മഹനീയമായിട്ടുള്ള ഒരു നടപ്പാക്കലാണ് നടത്തിയിരിക്കുന്നത്. മറ്റേതെങ്കിലും മതങ്ങൾക്ക്, ക്രിസ്തു മതത്തിനാവട്ടെ, ബുദ്ധമതത്തിനാവട്ടെ, ഏറ്റവും അവസാനം അവർ കണക്കാക്കുന്ന ഹിന്ദു മതത്തിനാവട്ടെ, അത് പിന്നെ അന്ധവിശ്വാസങ്ങളുടെ മതമാണല്ലോ, ആ മതത്തിനാകട്ടെ എന്തെങ്കിലും ഒരു ഇളവ് കൊടുത്തിട്ടുണ്ടോ ഇന്ന് വരെ ചരിത്രത്തിൽ? ഇതാ കുംഭമേള നടക്കുകയാണ്. ഈ കുംഭമേളയ്ക്ക് പോകാൻ നിങ്ങൾക്ക് ഒരു ദിവസത്തെ അവധി കൊടുത്തിട്ടുണ്ടോ? 43 കോടി പേര് പോയി മുങ്ങിയ ചരിത്രത്തിലെ ഏറ്റവും വലിയ കുംഭമേളയാണ് നടക്കുന്നത്. 144 വർഷങ്ങൾക്ക് ഉള്ളിൽ ഒരിക്കൽ മാത്രം, ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന തലമുറയ്ക്ക് ഇനി ഒരിക്കലും കാണാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു കുംഭമേള വന്നിട്ട് അതിന് 1 മിനിറ്റിൻ്റെയെങ്കിലും ഒരു ആനുകൂല്യം കൊടുത്തു രേവന്ത് റെഡ്ഡി? നിങ്ങൾ കൊടുത്തോ? അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ശിങ്കടികൾ അതിനെ വിമർശിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. കൂടെയുള്ള ശിങ്കടികൾ ഏതിനെ വിമർശിച്ചു? കുംഭമേള എന്ന് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള കക്ഷിയിലെ അംഗങ്ങളായിട്ടുള്ള മമതാ ബാനർജി ആണല്ലോ അവരുടെ അടുത്ത നേതാവായിട്ട് വരാൻ പോകുന്നത്. അവരുടെ ദുർമുഖവും വെച്ചുകൊണ്ട് അസംബ്ലിയിൽ അവർ പറഞ്ഞത് കുംഭമേള അല്ലിത് മൃത്യുമേളയാണെന്നോ. ധൈര്യമുണ്ടോ മമതാ ബാനർജി ഏതെല്ലാം ആചാരങ്ങൾക്ക്, അന്താരാഷ്ട്ര തലത്തിൽ നടന്നിട്ടുള്ള യാത്രകൾ ഉൾപ്പെടെയുള്ള മതാചാരങ്ങൾക്ക്, അങ്ങനെയുള്ള ബലികർമ്മങ്ങൾക്കൊക്കെ എത്ര തവണ എത്ര പേര് മരിച്ചിട്ടുണ്ട്? നിങ്ങൾ ഒരു തവണയെങ്കിലും അതിനെ മൃത്യുമേള എന്ന് പറഞ്ഞിട്ടുണ്ടോ? മ്യൂണിക് ഒളിമ്പിക്സ് നടന്നപ്പോൾ അവിടെ 7 പേരെ കൊന്നൊടുക്കിയില്ലേ? ഇസ്രായേലിൻ്റെ 7 പേരെ കൊന്നൊടുക്കിയിട്ടില്ലേ? അതുകൊണ്ട് ഒളിമ്പിക്സ് മൃത്യുമേളയാണെന്ന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? ആക്സിഡൻറ്റ് സംഭവിക്കുമ്പോൾ ലോകത്തിൻ്റെ പല കോണുകളിൽ ഏതെല്ലാം തരത്തിലുള്ള മതചടങ്ങുകളിൽ ഇതുപോലെയുള്ള അക്രമങ്ങൾ ഉണ്ടാകുന്നുണ്ട്, അല്ലെങ്കിൽ അപകടങ്ങൾ ഉണ്ടാവുന്നുണ്ട്, അപായങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ഏതെങ്കിലും തവണ നിങ്ങൾ അതിനെ മൃത്യുമേള എന്ന് വിചാരിച്ചു? നിങ്ങൾക്ക് സ്വന്തം നാട്ടിൽ മെഡിക്കൽ കോളേജിൽ ഒരു വിദ്യാർത്ഥി, ഒരു ഡോക്ടർ മരണപ്പെട്ടപ്പോൾ മൗനം പാലിച്ചതാണ്. അത് മൃത്യുസ്തംഭമാണെന്ന് പറഞ്ഞിട്ടുണ്ടോ? നിങ്ങളുടെ മെഡിക്കൽ കോളേജ്, RG കാർ മെഡിക്കൽ കോളേജ്, അതൊരു മൃത്യുസ്തംഭമാണ്, മൃത്യു മെഡിക്കൽ കോളേജാണെന്ന് നിങ്ങൾ വിശേഷിപ്പിച്ചിട്ടുണ്ടോ? മരിച്ചവരോടൊപ്പം അവരുടെ കുടുംബാംഗങ്ങളുടെ ദുഃഖത്തോടൊപ്പം നിൽക്കുന്നതിന് പകരം കുംഭമേളയെ നിങ്ങളിങ്ങനെ ഉപാലംബം നടത്തുന്നതിൻ്റെ രഹസ്യം ഞങ്ങൾക്കറിയാം. മുസ്ലിം വോട്ടുകൾ, അതിൻ്റെ മാത്രം ബേസിലാണ് അവിടുത്തെ 90% മുസ്ലിങ്ങളും നിങ്ങൾക്കാണ് വോട്ട് ചെയ്യുന്നത്. നിങ്ങളെ വിജയിപ്പിക്കുകയാണ്. ആ ബലത്തിലാണ് നിങ്ങൾ നിൽക്കുന്നത്. ഭൂരിപക്ഷത്തിൻ്റെ ബലത്തിലല്ല നിങ്ങൾ നിൽക്കുന്നത്. ഈ തന്ത്രബലത്തിലാണ് നിങ്ങൾ അവിടെ നിലകൊള്ളുന്നത്. നിങ്ങളുടെ ആശയങ്ങളുടെ പേരിലല്ല, അന്ധമായ മതസ്പർദ്ധയുടെ പേരിൽ നിലകൊള്ളുന്ന ഒരു ഗവൺമെൻറ്റാണ്. മതസ്പർദ്ധയുടെ പേരിൽ ഹിന്ദു മതത്തിനെതിരെ സ്പർദ്ധയുണ്ടാക്കി. അങ്ങനെ സ്പർദ്ധയുണ്ടാവുമ്പോൾ ഹിന്ദു മതത്തിനെതിരെ ഒരു വാക്ക് പറയുമ്പോൾ 1000 വോട്ടുകൾ നിങ്ങളുടെ പെട്ടിയിൽ വീഴുന്നു. അതാണ് നിങ്ങളുടെ EVM-ലെ വിജയത്തിൻ്റെ രഹസ്യം. അവിടെ EVM-നെ കുറിച്ച് ആരും ഒരു സംശയവും ഉന്നയിക്കുന്നില്ലല്ലോ. ആ ബലം, അതാണ് അതിൻ്റെ ബലതന്ത്രം. ഈ ബലതന്ത്രം തന്നെയാണ് ലാലു പ്രസാദ് യാദവ്. എന്ത് കുംഭമേള ഒരർത്ഥവും ഇല്ലാത്തതാണെന്ന് ലാലു പ്രസാദ് അദ്ദേഹത്തിൻ്റെ ജയിൽവാസവും ഒക്കെ കഴിഞ്ഞ് അവശനിലയിലായിട്ടും എന്തൊരു ആവേശത്തോടും വീര്യത്തോടും കൂടിയാണ് പറയുന്നത്. ഹിന്ദുക്കളാണ് ഇവരെല്ലാം എന്നാണ് വെയ്പ്പ്. അതുപോരാഞ്ഞ് അഖിലേഷ് യാദവ് മുഖ്യമന്ത്രിയായിരുന്നെങ്കിൽ കുംഭമേള അങ്ങനെ നിരോധിച്ചേനെ, ഇവിടെ വേണ്ട എന്ന് പറഞ്ഞ് നിരോധിച്ചേനെ. ഇപ്പോൾ വളരെ ഭംഗിയായ രീതിയിൽ തനിക്ക് പ്രാപ്തമായിട്ടുള്ള കഴിവുകൾ ഉപയോഗിച്ചുകൊണ്ട് പരമാവധി കുറ്റമറ്റ രീതിയിൽ യോഗി ആദിത്യനാഥ് നടത്തുമ്പോൾ അതിൽ വിറളി കൊണ്ടും അസൂയ കൊണ്ടും ഇവിടെ ഹിന്ദുക്കളെല്ലാം കൂടെ കുറച്ചെങ്കിലും ഒന്ന് ഒന്നിച്ചു പോയെങ്കിലോ എന്നുള്ള പേടി കൊണ്ട് അദ്ദേഹം പറയുന്നത് ഇത് വെറുതെ ചുമ്മാ
വഴി തടസ്സമുണ്ടാക്കുന്ന, സഞ്ചാര സ്വാതന്ത്ര്യം തടസ്സപ്പെടുത്തുന്ന, ഗതാഗതം തടസ്സപ്പെടുത്തുന്ന ഒരു പരിപാടിയാണ്. ഹിന്ദുക്കൾ അങ്ങനെയൊന്നും പോകണ്ട. ഒരാളെ കുറവും കൂടെ ഉണ്ട്. ആ, കുംഭമേളയിൽ ജാതി ചോദിച്ച ഒരാൾ ഇറങ്ങിയിട്ടില്ല, രാഹുൽ ഗാന്ധി. അദ്ദേഹം വന്നാൽ അവിടെ ജാതി ചോദിക്കുമല്ലോ, രാഹുൽ ഗാന്ധി. അതെ അതെ അതെ, രാഹുൽ ഗാന്ധിയുടെ ഇപ്പം തന്ത്രമാണ് ജാതി പറഞ്ഞ് തമ്മിൽ തല്ലിക്കുകയാണ്. അതെ, ജാതി, അതാണ് അവരുടെ തന്ത്രം ഇനി അടുത്തത്. കാരണം ഹിന്ദുക്കളെങ്ങാനും നന്നായി പോയാൽ, അവർ സ്വന്തം മതത്തെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങിയാൽ അവർക്കറിയാം ഇറ്റ് ഈസ് ആൻ എലിഫന്റ് ഇൻ ദ റൂം, അത് കുഴപ്പമാകും എന്നുള്ളത് അവർക്കറിയാം. അതുകൊണ്ട് സ്വന്തം സ്വത്വബോധത്തെക്കുറിച്ച് ആനയ്ക്കറിയില്ലെന്നാണ് പറയുന്നത്, വലിയ മുറം പോലുള്ള രണ്ട് ചെരുവികളുള്ളത്. അതുകൊണ്ട് ഈ ഹിന്ദുക്കൾ ഈ അവർക്കുണ്ടാക്കുന്ന ഈ വിനാശത്തെക്കുറിച്ച് ഒട്ടും ബോധവാന്മാരല്ല. രേവന്ത് റെഡ്ഡി, ലാലു പ്രസാദ് യാദവ്, മമതാ ബാനർജി, അത് അഖിലേഷ് യാദവ്, അതുപോലെ ജയാ ബച്ചൻ, അമിതാഭ് ബച്ചൻ്റെ ഭാര്യ, SP-യുടെ കെയർ ഓഫിൽ MP ആവുന്ന അവർ പറഞ്ഞിരിക്കുക ഗംഗയിലെ ജലം മലിനമാണ്, അവരുടെ മനസ്സാണ് മലിനം. ഇത്രയും ആളുകൾ ആ ഗംഗ യമുനയിലെ വിഷം കലക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഹരിയാന മുഖ്യമന്ത്രി അതിലിറങ്ങി വെള്ളം കുടിച്ചു. പുതിയ മുഖ്യമന്ത്രി അതിലിറങ്ങി വെള്ളം കുടിച്ചു, അദ്ദേഹത്തിൻ്റെ അസുഖം വന്നിട്ടില്ല. ഇത് ശവമൊഴുക്കുന്നതാണ്, ഇത് പിന്നെ ദുർഗന്ധം വഹിക്കുന്നതാണ് എന്നൊക്കെ പറഞ്ഞ് ഗംഗാജലത്തെ കളിയാക്കി. എൻ്റെ വീട്ടിൽ ഇപ്പോഴും ഇരിപ്പുണ്ട്, എൻ്റെ അപ്പൂപ്പൻ്റെ കാലത്ത് കൊണ്ടുവന്ന ഗംഗാജലം അവിടെ വെച്ചിരിക്കുകയാണ്. വേറെ ഏതെങ്കിലും ജലമായിരുന്നെങ്കിൽ ബാക്ടീരിയ കയറി അത് നശിച്ചിട്ട് ഒരു വല്ലാത്ത സ്മെല്ലുമൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് അത് വളരെയധികം അശുദ്ധമായി തീർന്നേനെ. പക്ഷേ ഇത് ഡെറ്റോൾ വെച്ചിരിക്കുന്നത് പോലെ തന്നെ അതിൻ്റെ സ്വന്തമായിട്ടുള്ള കഴിവ് കൊണ്ട് തന്നെ ഇത്രയൊക്കെ മാലിന്യങ്ങൾ അതിൻ്റെ ചുറ്റുമുള്ള വ്യവസായശാലകളിൽ നിന്ന് വീണിട്ടും ശുദ്ധമായ ജലമായിട്ട് അതിരിക്കുന്നു. ഒരു പൊടി പോലും ഇല്ലാതെ, ഒരു കീടാണു പോലും ജനിക്കാതിരിക്കുന്നു. അതിൽ കൂടുതൽ എന്ത് തെളിവാണ് നമുക്ക് വേണ്ടത്? എന്നിട്ട് ജയാ ബച്ചൻ ഇത് മലിനമാണെന്നും പറഞ്ഞ് ആൾക്കാർ അങ്ങോട്ട് ഇറങ്ങുന്നത്, ആൾക്കാരുടെ ഈ ഒരു ഇൻഫ്ലക്സ് അങ്ങോട്ട് കണ്ടിട്ട് 43 കോടി ജനങ്ങളാണ് ഇതിനോടകം. അതിലെല്ലാ മതക്കാരും ഉണ്ട്, വിദേശികളുണ്ട്, സിനിമാ നടന്മാരും നടികളുമുണ്ട്. അവർക്കൊന്നും ചൊറിച്ചിലോ ഒന്നും ഉണ്ടായിട്ടില്ല. എന്നിട്ട് ജയാ ബച്ചൻ എന്ന് പറയുന്ന അവശയായിട്ടുള്ള വന്ധ്യയായിട്ടുള്ള ഈ സിനിമാ നടി, അവർക്ക് ഇത് കാണുമ്പോൾ ചൊറിച്ചിൽ വരും. അതാണ് പറഞ്ഞത്, ഇറിറ്റേഷൻ ഉണ്ടാവുന്നവർക്ക് ഇത് കാണുമ്പോൾ, കുംഭമേള കൊണ്ടുണ്ടാവുന്ന ഇറിറ്റേഷൻ, അതിനാണ് അവരുടെ മനസ്സിൻ്റെ ആ അശുദ്ധിയാണ് അത് കാണിക്കുന്നത്. അതുകൊണ്ടാണ് വിശുദ്ധമായ ഗംഗാജലത്തെ, അത് വിശുദ്ധമാക്കാൻ വേണ്ടി എല്ലാ ഏർപ്പാടും ചെയ്തിട്ടുണ്ട് യോഗി ആദിത്യനാഥ്. എല്ലാ കാര്യങ്ങളും ചിട്ടയായിട്ട് അവിടെ ആർക്കും ഒരു കുഴപ്പവും ഉണ്ടാവാതെ ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാ സംവിധാനങ്ങളും ചെയ്തിട്ടുണ്ട്. ഈ അപകടം ഉണ്ടായി എന്ന് പറയുന്നത് 33 പേര് മരിച്ചത് എനിക്ക് തോന്നുന്നത് ഈ കുംഭമേളയെ ഇഷ്ടപ്പെടാത്ത ഇന്ത്യ മുന്നണിയുടെ ഗൂഢാലോചനയാണോ? കാരണം ദുർബലമായിട്ടുള്ള കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു അനൗൺസ്മെൻറ്റിൻ്റെ ഫലമായിട്ടാണ് അത് ഉണ്ടായിരിക്കുന്നത്. ഉണ്ടാവാമല്ലോ, ഇന്ത്യ മുന്നണിയിലെ ആൾക്കാരെ റെയിൽവേയിലും ഉണ്ടാകാമല്ലോ. അങ്ങനെ മനഃപൂർവ്വം ആൾക്കാരെ പറ്റിച്ചുകൊണ്ട് ഒരു അന്തരീക്ഷം സൃഷ്ടിച്ചതാണോ? ഇന്ന് ഇവരുടെ വാക്കുകൾ കേൾക്കുമ്പോൾ സംശയിച്ചു പോകുന്നു. ഇവർ ഇന്ത്യൻ പൗരൻ എന്നുള്ള നിലയിൽ, ഒരു ഹിന്ദു എന്നുള്ള നിലയിലല്ല. അതുപോലെ തന്നെ അവിടെ ഒരു അനൗൺസ്മെൻറ്റിൻ്റെ ഫലമാണ് അവിടെ ദുരന്തം ഉണ്ടായത്. കുംഭമേള നടക്കുന്ന പ്രയാഗ്രാജിൽ രാത്രി 1 മണിക്ക് ഇറങ്ങിയിട്ട് എല്ലാവരും ചെന്നോളൂ, കുളിച്ചോളൂ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇനി കുളിക്കാൻ പറ്റുകയില്ലെന്നൊരു അനൗൺസ്മെൻറ്റ്. അതും ഇന്ത്യ മുന്നണിക്കാരോ അല്ലെ SP-കാരനോ ആയിരിക്കാമല്ലോ അവിടുത്തെ. അങ്ങനെ ആളുകളെ കൺഫ്യൂഷനിലാക്കിക്കൊണ്ടുണ്ടായിട്ടുള്ളതാണ് ഇതെല്ലാം, അനധികൃതമായിട്ടുള്ള അനൗൺസ്മെൻറ്റുകൾ. നാം വീണ്ടും തെലങ്കാനയിലേക്ക് വരികയാണെങ്കിൽ അവിടെ എന്തുകൊണ്ടായിരിക്കും ഈ സർക്കാർ ഇത്തരം നിലപാടിലേക്ക് പോകുന്നത്? ഈ രേവന്ത് റെഡ്ഡി തുടർ ഭരണം സ്വപ്നം കാണുക എന്ന ആ പശ്ചാത്തലത്തിലായിരിക്കുമോ? സൽഭരണം കൊണ്ട് നേടാൻ പറ്റാത്തത് ഇസ്ലാമിക പ്രീണനം കൊണ്ട് നേടാം. ഹിന്ദുവിൻ്റെ നൊന്ത മനസ്സ്, ഹിന്ദുവിൻ്റെ മനസ്സൊന്ന് നൊന്ത് കഴിഞ്ഞാൽ അവിടെ ഒരു വിഭാഗം ആൾക്കാർക്ക് സന്തോഷമായി. ആ സന്തോഷം ഉൽപ്പാദിപ്പിക്കാനുള്ള ഒരു ഫാക്ടറി ആയിട്ട് മാറിയിരിക്കുകയാണ് രേവന്ത് റെഡ്ഡിയുടെ മലിനമായിട്ടുള്ള മനസ്സെന്നുള്ള ഹിന്ദു വിരോധമെന്ന അസംസ്കൃത വസ്തു ഉപയോഗിച്ചുകൊണ്ട്, ഹിന്ദു വിരോധം ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് ആ വോട്ടുകൾ അദ്ദേഹത്തിന്റെ അവിടെ ആവശ്യമുണ്ടോ എന്ന് അറിയില്ല. അവിടെയാണ് ഒവൈസിയുടെ പാർട്ടി, ഹൈദരാബാദ് കേന്ദ്രീകരിച്ചാണല്ലോ ഏറ്റവും വലിയ, അവിടെ മാത്രം ഒതുങ്ങുന്നു. ഒവൈസിയെ കൊണ്ട് അത്ര വലിയ ശല്യമില്ല. കാരണം അദ്ദേഹം തുറന്നു പറയുന്നു, അല്ലെ അദ്ദേഹത്തിന്റെ വോട്ട് ബാങ്ക്, അദ്ദേഹത്തിന്റെ പിന്തുണയോ വരുന്ന തെരഞ്ഞെടുപ്പിൽ ചിലപ്പോൾ രേവന്ത് റെഡ്ഡി പ്രതീക്ഷിക്കുന്ന. ഒവൈസിയുടെ ഗുണമെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ വിശ്വസിക്കാം. അദ്ദേഹം മുസ്ലിങ്ങൾക്ക് വേണ്ടി മാത്രമാണ്, അദ്ദേഹം മതേതരത്വം അങ്ങനെയൊന്നും പറയുന്നില്ല, ഇസ്ലാമിക രാജ്യത്തിന് വേണ്ടി നിലകൊണ്ട് പച്ചയായിട്ട് പറയുന്നു. അതേസമയം കോൺഗ്രസ് കപട നാടകം, ഹിപ്പോക്രസിയാണ് കളിക്കുന്നത്. ഹിന്ദുവിൻ്റെ പക്ഷത്താണെന്ന് പറഞ്ഞ് കപട നാടകങ്ങളിൽ രാമൻ്റെയും ലക്ഷ്മണൻ്റെയും ഒക്കെ വേഷങ്ങളണിഞ്ഞ്, സീതയുടെയും ഒക്കെ വേഷങ്ങളണിഞ്ഞ് ആളെ പറ്റിക്കുകയാണ്, കാപഢ്യമാണ് കാണിക്കുന്നത്, ആളെ വഞ്ചിക്കുകയാണ്. പാവപ്പെട്ട ഇന്ത്യക്കാരെ വേഷം കെട്ടി വഞ്ചിക്കുകയും മറുവശത്ത് അവരുടെ മതത്തിൻ്റെ അടിവേരുകൾ അറക്കുകയും ചെയ്യുന്ന, പിന്നിൽ നിന്ന് കുത്തുകയും ചെയ്യുന്ന തന്ത്രമാണ് കോൺഗ്രസും ഈ കോൺഗ്രസിൻ്റെ രേവന്ത് റെഡ്ഡിയെ പോലുള്ള മുഖ്യമന്ത്രിമാരും അതുപോലെ RJDയുടെ ലാലു പ്രസാദ് യാദവും SP-യുടെ അഖിലേഷ് യാദവും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ കാപട്യം പുറത്തു കൊണ്ടുവരണം.
അതുപോലെ തമിഴ്നാട്ടിലെ MK സ്റ്റാലിനും അതുതന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഹിന്ദുവിനെ നോവിപ്പിക്കുക, ഹിന്ദുവിനെ കളിയാക്കുക, ഹിന്ദുവിനെതിരെ അപമാനം, ഏതെങ്കിലും ഒരു മതം ഇതുപോലുള്ളൊരു അപമാനം, മതനിന്ദ സഹിക്കും ഏതെങ്കിലും മതം? ചോരപ്പുഴകൾ ഒഴുകിയില്ലേ? അതുതന്നെയാണ് സനാതനധർമ്മം. ഗംഗയിലും യമുനയിലും അതുപോലെ കാവേരിയിലും എന്തുകൊണ്ട് ചോരപ്പുഴകൾ ഒഴുകുന്നില്ലയോ? അതാണ് സനാതനധർമ്മം. അതാണ് അദ്ദേഹത്തിൻ്റെ മകനായ ഉദയനിധി ഉൾക്കൊള്ളേണ്ടത്.